ആരാണ് നിന്നെ വിളിച്ചത്? ആരെയാണ് നീ വിളിച്ചത്? ആരുടെ കോൾ ആയിരുന്നു അത്? ഇവിടെ ഫുള്ളൊരു ആരെയാണ്, ആരുടെ, അല്ലെ? എല്ലാം നമുക്ക് കാണുമ്പോൾ ഒന്നാണെന്ന് തോന്നും. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? ആര് എന്ന് പറയുമ്പോൾ ഹൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആരുടെ, ആരെ, ഇതിനൊക്കെ എന്താ യൂസ് ചെയ്യുക? അത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആരാണ് നിന്നെ വിളിച്ചത്? ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആര്, അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. ആരാണ്, ആരായിരുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അപ്പൊ നമ്മുടെ ആര് എന്നാണ് നമ്മൾ അറിയേണ്ടതെങ്കിൽ നമ്മൾ ഹൂ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത്. ആരാണ് പ്രവൃത്തി ചെയ്തതെന്ന് നമുക്ക് അറിയണമെങ്കിൽ, ഒരു കാര്യം നടന്നു, അത് ആരാണ് ചെയ്തത് എന്നാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ഹൂ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൂ, ആരാണ് നിന്നെ വിളിച്ചത്? വിളിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? കോൾ എന്നാണ് പറയാ. വിളിച്ചത് എന്നാവുമ്പോഴോ കോൾഡ് ആകും. സോ ഹൂ കോൾഡ് നിന്നെ? യു. ആരാണ് നിന്നെ വിളിച്ചത്? ഹൂ കോൾഡ് യു. അപ്പൊ ആരാണ് കാര്യം, ആരാണ് ചെയ്തത് എന്നറിയണമെങ്കിൽ നമ്മൾ ഹൂ യൂസ് ചെയ്യും. ഇനി ആരെയാണ് നീ വിളിച്ചത്? ഒരു കാര്യം സംഭവിച്ചു, അത് ആരെയാണ് എന്നറിയണമെങ്കിൽ ആരെ, ആരെ, അതാണ് ചോദ്യമെങ്കിൽ. ആരെന്നാണെങ്കിൽ ഹൂ, ആരെ എന്നാണ് ചോദ്യമെങ്കിൽ ഹും എന്നുള്ള വാക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഏത് വാക്കാണ് യൂസ് ചെയ്യേണ്ടത്? ഹും. ആരെയാണ്? ഹും. ആരെയാണ് നീ വിളിച്ചത്? അതെങ്ങനെ ചോദിക്കും? ഹും ഡിഡ് യു കോൾ? ഹും ഡിഡ് യു കോൾ? ആരെയാണ് നീ വിളിച്ചത്? ആര് എന്നാണെങ്കിൽ ഹു, ആരെ എന്നാണ് ചോദ്യമെങ്കിൽ ഹും. ആരുടെ കോൾ ആയിരുന്നു അത്? ആരുടെ. ആരുടെ എന്നാണ് അറിയേണ്ടതെങ്കിൽ നമ്മൾ ഹൂസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുക. ഹൂസ്, ആരുടെ. ഹൂസ് കോൾ വാസ് ദാറ്റ്. ഹൂസ് കോൾ വാസ് ദാറ്റ് എന്ന് വെച്ചാൽ ആരുടെ കോൾ ആയിരുന്നു അത്. അപ്പൊ ആര് എന്നാണ് ചോദ്യമെങ്കിൽ ഹൂ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ആരെ എന്നാണ് ചോദ്യമെങ്കിൽ ഹും എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. ആരുടെ എന്നാണ് ചോദ്യമെങ്കിൽ ഹൂസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആരെയാണ് നീ ഇന്നലെ കണ്ടത്? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത് നിങ്ങൾ കോമെന്റ് ചെയ്യാം. താങ്ക് യു. English Mitra. Stop worrying, start learning.